നാഗമാണിക്യം. നാഗങ്ങൾ സൂക്ഷിക്കുന്ന അമൂല്യരത്നം. നാഗമാണിക്യത്തെക്കുറിച്ചും അതിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. കേട്ട് കേൾവിക്കും അപ്പുറമാണ് ചില സത്യങ്ങൾ. നാഗമാണിക്യത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടവ നമുക്കൊന്ന് നോക്കാം. പാമ്പുകൾ രണ്ടു വിധമാണ്: നാഗങ്ങൾ, സർപ്പങ്ങൾ. നമ്മൾ സാധാരണ കാണുന്നവയാണ് സർപ്പങ്ങൾ. സർപ്പങ്ങൾക്ക് ദൈവികത കൈവരിക്കുമ്പോൾ അവയെ നാഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത്തരം നാഗങ്ങളെ കാണാൻ സാധിക്കുന്നത് ഭാഗ്യമായി കരുതപ്പെടുന്നു. നാഗങ്ങൾ സ്വർണം, വെള്ളി എന്നീ നിറങ്ങളിലും കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. പുരാണങ്ങളിൽ നാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവികത എടുത്തു പറയേണ്ട ഒന്നാണ്. ത്രിമൂർത്തികളിൽ വിഷ്ണു ഭഗവാൻ ശയിക്കുന്നത് നാഗത്തിന്റെ പുറത്താണ്. ശിവഭഗവാന്റെ ഖണ്ഡാഭരണവും നാഗം തന്നെ. നാഗങ്ങൾ ജീവിക്കുന്നത് നാഗലോകത്താണെന്നും ഈ നാഗലോകം പാതാളത്തിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു. നാഗരാണിയുടെ കിരീടത്തിലാണ് നാഗമാണിക്യമുള്ളത്. നാഗലോകത്തു നിന്നും പുറത്താക്കപ്പെട്ട ഒരു നാഗം നാഗമാണിക്യം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നൊരു കഥയും നിലനിൽക്കുന്നുണ്ട്. നാഗമാണിക്യത്തെക്കുറിച്ച് മറ്റൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ദൈവിക ശക്തിയുള്ള നാഗങ്ങൾ ആരെയും ദംശിക്കാറില്ല. നൂറ്റാണ്ടുകളോളം ജീവിക്കാനുള്ള കഴിവുള്ളവരാണ് നാഗങ്ങൾ. ഇത്തരത്തിൽ നാഗങ്ങളുടെ വിഷം അവയുടെ ശിരസിൽ കിടന്ന് അതൊരു കല്ലായി രൂപപ്പെടുന്നതാണ് നാഗമാണിക്യം. നാഗമണി, നാഗരത്നം എന്നീ പേരുകളിലും നാഗമാണിക്യം പ്രശസ്തമാണ്. നാഗമാണിക്യത്തിന്റെ ചൂട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നാഗം മാണിക്യം പുറത്തെടുത്ത് അത് തന്റെ ശിരസിൽ അണിയുന്നു. ശേഷം ജലാശയങ്ങളുടെ അടുത്ത് ഇത് തണുപ്പിക്കാനായി വെക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. ഇത്തരത്തിലാണത്തെ നാഗമണി മനുഷ്യന്റെ കൈകളിൽ എത്തുന്നത്. നാഗമണി നഷ്ടമായ നാഗം തല തലിച്ചാകുന്നു. നാഗമണി ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. നാഗമണി ആരുടെ കൈകളിലാണോ ഉള്ളത് അവിടെ ധനവും ഐശ്വര്യവും വർദ്ധിക്കുന്നു. നാഗമണി സൂക്ഷിക്കുന്നിടത്ത് രോഗങ്ങൾ ഉണ്ടാവില്ല എന്നും പറയപ്പെടുന്നു. നാഗമാണിക്യത്തിന് ഒരു അരിമണിയുടെ വലിപ്പം മാത്രമാണ് ഉള്ളത് എന്നും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നാഗമണി എന്ന പേരിലും അറിയപ്പെടുന്നു. നാഗമാണിക്യത്തെക്കുറിച്ച് അനുഭവ കഥകൾ ഏറെയാണ്. പഴയ വിഷവൈദ്യന്മാർ സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അത്ഭുത കല്ല് നാഗമാണിക്യം തന്നെയാണ്. എല്ലാ വിഷവൈദ്യന്മാരുടെ കയ്യിലും ഒരു നാഗമാണിക്യം ഉണ്ടാകും. പാമ്പ് കടിയേറ്റ് വരുന്നവരെ വിഷവൈദ്യർ ഈ കല്ല് ഉപയോഗിച്ചാണ് വിഷമിറക്കുന്നത്. കടിയേറ്റ ഭാഗത്ത് നാഗമാണിക്യം വെക്കുന്നു. നാഗമാണിക്യം വിഷത്തെ വലിച്ചെടുക്കുന്നു. പിന്നീട് ഈ മാണിക്യം പാലിലിട്ട് വെക്കുന്നു. ആ പാല് നീലനിറമാകുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ശരിക്കും എന്താണ് നാഗമാണിക്യം? ഈ കല്ലിന് എന്തെങ്കിലും ദൈവിക ശക്തി ഉണ്ടോ? ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെടാത്ത ഒന്നാണിതെങ്കിലും ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടത്തുന്ന ഒന്നും കൂടെയാണ്. പൊതുവെ കറുത്ത നിറത്തിലാണ് നാഗമാണിക്യം കാണപ്പെടുന്നത് എങ്കിലും റെഡ് കലർന്ന കറുപ്പ് നിറത്തിലും ഇത് കാണപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായി ചിന്തിച്ച പാമ്പിന്റെ വിഷം ഒരു ഔഷധം തന്നെയാണ്. പാമ്പുകടിക്കെതിരെയുള്ള ഔഷധം. ലോക മാർക്കറ്റിൽ 2 തൊട്ട് 5 കോടി രൂപ വരെ വിലയുള്ള അത്ഭുത മരുന്ന്. അണലി, രാജവെമ്പാല, മൂർഖൻ എന്നീ വിഷസർപ്പങ്ങളെ വളർത്തി ഔഷധമെടുക്കുന്നവരും കുറവല്ല. സ്നേക് വെനം ക്യാൻസർ സെല്ലുകളെ പുനർസൃഷ്ടിക്കുന്നു എന്നും പറയപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതുതന്നെയല്ലേ നമ്മുടെ വിഷഹാരികളും ചെയ്തിരുന്നത്? ഇഞ്ചക്ഷന് പകരം അവരുപയോഗിച്ചത് കല്ലാണെന്നേ ഉള്ളൂ. എന്തായാലും പാവ സ്നേക് വിഷത്തിനു വേണ്ടിയും മാണിക്യത്തിനു വേണ്ടിയും അവരെന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണാം. നിങ്ങളുടെ സ്വന്തം നിച്ചു.